Good morning. ചോയിനുള്ള അല്ലേ? എത്ര പേരായി? 30 പേരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തതോ? കഴിഞ്ഞ ദിവസം എന്നല്ല, ഇന്നലെ എടുത്തത് വായിച്ചായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ അതൊക്കെ? ഓക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇന്നലെ ഹോസ്പിറ്റൽ ഫോർമുലറി ആണ് പറഞ്ഞത്. ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റ്. ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ്, 4 പോയിന്റ്സ് അല്ലെ? 4 റെക്കോർഡ് ക്ലാസിന്റെ ഇഷ്യൂ ആണോ? അവര് എന്താ ഇത് ഞാൻ കറക്റ്റ് ചോദിച്ചില്ല കേട്ടോ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ടെക്നിക്കലില്. നിങ്ങക്ക് റെഡി ആവുന്നതിന്റെ അനുസരിച്ച് ക്ലാസ്സുകൾ ഇട്ട് തരും കേട്ടോ. ഓക്കെ. അപ്പോ നിങ്ങൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ഫോർമുലറി 4 പോയിന്റ്സും ഇന്നലെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു അല്ലെ? ഇനി നമ്മൾ അടുത്തത് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. ഇന്റൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് റിക്വസിഷൻ ആണ്. മരുന്നുകൾക്കുള്ള റിക്വസിഷൻ. ഇന്റൻഡിങ്, റിക്വസിഷൻ. ഇന്റൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിക്വസിഷൻ. അതായത് ഒരു ഫാർമസിയില് ആവശ്യമായിട്ടുള്ള മരുന്നുകൾക്കായിട്ട് ഒരു ഓർഡർ, ഔദ്യോഗികമായിട്ടുള്ള ഒരു ഓർഡർ സപ്ലയറിന് ഓർഡർ കൊടുക്കുന്നതിനെയാണ് ഇന്റൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ മരുന്നുകളും നമുക്ക് ഫാർമസിയിൽ അവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ല അല്ലെ? ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾക്ക് നമുക്ക് പുറത്തുള്ള സപ്ലയേഴ്സിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ നമ്മള് സപ്ലയറിന് ഓർഡർ കൊടുക്കണം. ഇന്ന മരുന്നുകൾ ഫാർമസിയിലേക്ക് ഇത്ര എണ്ണം എന്നുള്ള രീതിയിൽ ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് ഓർഡർ കൊടുക്കുന്നതിനെയാണ് ഇന്റൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. ഫാർമസിയില് ആവശ്യമായിട്ടുള്ള മരുന്നുകൾക്ക് വേണ്ടിയിട്ട് സപ്ലയേഴ്സിന് ഓർഡർ കൊടുക്കുന്നതാണ് ഇന്റൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ. Okay, the hospital must have a clear hospital formulary that may contain 200 to 300 drugs. ഒന്ന് അണ്ടർലൈൻ ചെയ്തേട്ടോ. The hospital must have a clear hospital formulary. അപ്പൊ ഹോസ്പിറ്റലിന് എന്തുണ്ടാവണം? ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ലിസ്റ്റ് ഉണ്ടാവണം. അവിടെ ഡ്രഗ് ലിസ്റ്റ്, മരുന്നുകളുടെ ലിസ്റ്റ് വേണം. ഇന്ന മരുന്നുകൾ ഫാർമസിയിൽ ഉണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ്, ക്ലിയർ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഹോസ്പിറ്റലിന് വേണം. ദാറ്റ് മേ കണ്ടെയ്ൻ, അതിൽ എത്ര മെഡിസിൻസ് ഉണ്ടാവണ്ടേ? ഏകദേശം ഒരു 250 മുതൽ 300 മെഡിക്കേഷൻസ്, മരുന്നുകൾ അതില് ഉണ്ടായിരിക്കണം. ആ ലിസ്റ്റില് ഉൾപ്പെടുത്തണം. അപ്പൊ അവിടെ നമ്പർ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം എത്ര നമുക്ക് ഹോസ്പിറ്റൽ ഫോർമുലറിൽ ഉണ്ടായിരിക്കേണ്ട ഡ്രഗ്സിന്റെ എണ്ണം എത്രയാണ്? 250 to 300. 250 മുതൽ 300 ഡ്രഗ്സുകൾ വേണം. ഓക്കെ, അത് ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ആ പോയിന്റ് തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് അവിടെ. Hospital must have a clear hospital formulary that may contain 250 to 300 drugs. ഹോസ്പിറ്റലിൽ ഒരു ഡ്രഗ് ലിസ്റ്റ് വേണം, ക്ലിയർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ലിസ്റ്റ് വേണം. അതില് ഏകദേശം 250 മുതൽ 300ഓളം മരുന്നുകൾ ആ ലിസ്റ്റിൽ വേണം, ഉൾപ്പെടുത്തണം. ഓക്കെ. ഇനി നോക്കിയേ, സെക്കൻഡ് പോയിന്റ്, ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. അപ്പൊ നമ്മള് ഡ്രഗ്സിന് നമ്മൾ പുറത്ത് സപ്ലയറിന് ഓർഡർ കൊടുക്കുക അല്ലെ? അതാണ് ഇന്റൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിൽ എന്ത് വേണം? കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. സുരക്ഷാ സ്റ്റോക്ക് മനസ്സിൽ വേണം നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ. നമുക്കറിയാം ചില മരുന്നുകൾ എപ്പോഴും നമുക്ക് ഏത് ടൈമിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഫാർമസിയിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം അല്ലെ? അതിപ്പോ നമ്മൾ എമർജൻസി ആയിട്ടാണ് ആ മരുന്നുകൾ വരുന്നത്. അപ്പൊ നമുക്ക് ആ സമയത്ത് ഇല്ല എന്നുള്ളൊരു ഇത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകിച്ച് അങ്ങനെയുള്ള മരുന്നുകൾ, എമർജൻസി മരുന്നുകളൊക്കെ ഫാർമസിയിൽ അവിടെ സ്റ്റോക്ക് വേണം. അവിടെ അതിന്റെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ അത് ഓർഡർ കൊടുക്കുമ്പോൾ ആ സുരക്ഷാ സ്റ്റോക്ക് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അത് ഓർഡർ കൊടുക്കാനായിട്ട്. ഓക്കെ.
ആ മിനിമം സ്റ്റോക്ക് എപ്പോഴും ഫാർമസിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഫുള്ള് തീർന്നിട്ട് നമ്മൾ ഓർഡർ കൊടുക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? ഫുള്ള് തീർന്നോ ഒറ്റെണ്ണം പോലും ഇല്ലാത്ത രീതിയിലായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കരുത്. നമ്മൾ എന്താ ആ ഒരു മിനിമം സ്റ്റോക്ക് എപ്പോഴും അവിടെ കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് എമർജൻസി മെഡിസിൻസിന്റെ കാര്യത്തിൽ ഒരു മിനിമം സ്റ്റോക്ക് ഫാർമസിയിൽ എപ്പോഴും എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? ആ സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓർഡർ കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്, സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു റിക്വസിഷൻ കൊടുക്കാനായിട്ട്, ഡ്രഗ്സിനുള്ള റിക്വസിഷൻ അല്ലെങ്കിൽ ഇൻഡന്റിങ് കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ ഒരു മിനിമം സ്റ്റോക്ക് എപ്പോഴും ഫാർമസിയിൽ വേണം, മരുന്നുകൾ വേണം. ഓക്കെ, അടുത്ത നോക്കി, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്രാട്ട്. ത്രാട്ട് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ് ആട്ടോ, തടയുക. തടയുക, പ്രിവെന്റ്, TREVENT, ത്രാട്ട്, പ്രിവെന്റ് എഴുതി വെച്ചാൽ മതി. ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. അപ്പൊ അവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കേട്ടിട്ടുണ്ടോ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് അതായത് നമ്മൾ എപ്പോഴും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല അല്ലെ മരുന്നുകൾ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപ്പുറത്തെ പേജില് നെക്സ്റ്റ് പേജിൽ നമുക്ക് ഇത് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. അന്നേരം ഞാൻ പറയാൻ കൂടി. അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്, അത് ക്യാരിയിങ് കോസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം അല്ലെ. എപ്പോഴെപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എന്താ ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓർഡർ ചെയ്യണം. ആ ക്വാണ്ടിറ്റി, ആ മിനിമം ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ EOQ എന്ന് പറയുന്നത്. എന്താ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഒപ്റ്റിമം ക്വാണ്ടിറ്റി. മനസ്സിലായോ? ആ മിനിമം കോസ്റ്റ് നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒപ്റ്റിമം ക്വാണ്ടിറ്റി, അതിനെയാണ് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതെന്തിനാ? നമ്മൾ ആ ഇൻവെന്ററിയുടെ ആകെ ചെലവ് കുറയ്ക്കുന്ന ഒപ്റ്റിമൽ ക്വാണ്ടിറ്റിക്കാണ്, ഒപ്റ്റിമം ക്വാണ്ടിറ്റിയാണ് എന്ത്? EOQ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഒരു എപ്പോഴും ഇപ്പൊ ഒരു 300 ഡ്രഗ് ആദ്യം ഓർഡർ ചെയ്തു, പിന്നെ 200 ചെയ്തു, പിന്നെ 100 ചെയ്തു. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കോസ്റ്റ് അവിടെ കൂടുതലാണ് അല്ലെ. അത് കൊണ്ടുവരാനും ട്രാവലിങ്, ക്യാരിയിങ് കോസ്റ്റും, പിന്നെ അതിന്റെ ഫിക്സ്ഡ് ആയിട്ട് ചിലപ്പോ ഒരു പൈസയൊക്കെ അടയ്ക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ കോസ്റ്റ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യും. അതിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ നമ്മൾ അങ്ങനെ ഓർഡർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോ ചെയ്യണം, അത് പിന്തുടരണം. എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രിവെന്റ് ഓവർ സ്റ്റോക്കിംഗ്. അമിതമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത് പ്രിവെന്റ് തടയാനായിട്ട്. നമുക്ക് ഒരുപാട് ഓവർ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അതിന്റെ എക്സ്പയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല. ഓവർ സ്റ്റോക്കിങ്ങിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് ഓർഡർ ചെയ്താൽ മതി, അവിടെ സ്റ്റോക്ക് ചെയ്താൽ മതി ഫാർമസിയിൽ. അപ്പൊ നമുക്ക് ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കാനും ഓർ പ്രിവെന്റ് തെഫ്റ്റ്, മോഷണം, തെഫ്റ്റ് എന്ന് പറഞ്ഞ മോഷണമൊക്കെ തടയുന്നതിനൊക്കെ വേണ്ടിയിട്ട് മോഷണം. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക? നമ്മൾ ഫോളോ ചെയ്യണം. ക്ലിയർ ആയോ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ്. എന്തിനാ? ടു പ്രിവെന്റ് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്യണം. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ. ഓർഡർ ടു ബി ഇഷ്യൂഡ് as soon as critical level is reached. നമ്മൾ പറഞ്ഞതാ ഓർഡർ എങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്യണ്ടേ? as soon as critical level is reached. അതായത് നമ്മൾ ആ ക്രിട്ടിക്കൽ ലെവലിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഓർഡർ ചെയ്യണം. അതാ പറഞ്ഞ മൊത്തം തീർന്നിട്ട് ഓർഡർ ചെയ്യാൻ നിൽക്കരുത് ഒരു മെഡിസിനും. അതാണ് ആ സ്റ്റോക്ക്
തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓർഡർ കൊടുക്കണം. ഏകദേശം നമുക്കറിയാലോ തീരാറാവുമ്പോഴത്തേക്കും. അപ്പൊ അത് നോക്കിയിട്ട് തന്നെ നമ്മൾ മൊത്തം തീരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഓർഡർ കൊടുക്കണം. ഇതാണ് order to be issued as soon as critical level is reached. ആ ക്രിട്ടിക്കൽ ലെവലിൽ അല്ലെങ്കിൽ ഡേഞ്ചർ ലെവലിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓർഡർ കൊടുക്കണം, മെഡിസിനുള്ള ഓർഡർ കൊടുക്കണം. അതായത് സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ ഓർഡർ കൊടുക്കണം. ഓക്കെ, സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഓർഡർ കൊടുക്കണം. ഇനി അടുത്ത് നോക്കിയേ, in case of drug imported, ample lead time to be given. നമ്മള് ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുമ്പോൾ എന്ത് നോക്കണം, ആംബിൾ ലീഡ് ടൈം ടു ബി ഗിവൺ. ആംബിൾ എന്ന് വെച്ചാൽ മതിയായ, ധാരാളം ഉള്ള മീനിങ്, മതിയായിട്ടുള്ള ലീഡ് സമയം നൽകണം. അപ്പൊ എന്താ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ? ലീഡ് ടൈം, the time between ordering a product and receiving it. ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് മുതൽ അത് റിസീവ് ചെയ്യാൻ, നമുക്ക് റിസീവ് ചെയ്യുന്നതിന് വരെ എടുക്കുന്ന ടൈം, അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ, നമ്മൾ ഒരെണ്ണം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരു ഡ്രഗ്സ് നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുമ്പോൾ മതിയായിട്ടുള്ള ലീഡ് സമയം കൊടുക്കണം, ലീഡ് സമയം നൽകണം. അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. അത് നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാണ്ട് അവിടെ ലീഡ് ടൈം എന്താണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് അവിടെ തന്നെ, ആ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ലീഡ് ടൈം, ദ ടൈം ബിറ്റ്വീൻ. അന്നേരം ഞാൻ ചോദിക്കൂട്ടോ എന്താണ് ലീഡ് ടൈം എന്ന്. ഓക്കെ, ദ ടൈം ബിറ്റ്വീൻ ordering a product, time between ordering a product and receiving it. ഓർഡർ ചെയ്യുന്ന മുതൽ അത് റിസീവ് ചെയ്യുന്ന വരെ എടുക്കുന്ന ടൈം, അതിനാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, the time between ordering a product and receiving it. ഓർഡർ ചെയ്യുന്നത് മുതൽ റിസീവ് ചെയ്യുന്നത് വരെ എടുക്കുന്ന ടൈം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്താ പറഞ്ഞേക്കുന്നത്, ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ മതിയായിട്ടുള്ള ലീഡ് ടൈം കൊടുക്കണം. ഓക്കെ, ലീഡ് ടൈം നൽകണം. അടുത്ത് നോക്കിയേ, ഇൻ ദ റിസിപ്റ്റ് ഓഫ് ഡ്രഗ്സ്, റിസിപ്റ്റ്, ഡ്രഗ്സിന്റെ മെഡിസിൻസ് റിസിപ്റ്റ് വേണം. പിന്നെ അടുത്ത് നോക്കിയേ, ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്, വെയ്റ്റഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. ഇനി നമ്മൾ വെറുതെ മേടിച്ച് വെച്ചാൽ പോരാ അല്ലെ, എന്താണ് ഓൾ ഡ്രഗ്സ് ടു ബി റിസീവ്ഡ്. ഇനി നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ റിസിപ്റ്റും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റിസിപ്റ്റ് വാങ്ങണം. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത്, റിസീവ് ചെയ്യുമ്പോൾ ഓൾ ഡ്രഗ്സ് റിസീവ് മസ്റ്റ് ബി ചെക്ക്ഡ്. എല്ലാ ഡ്രഗ്സും മരുന്നുകളും ചെക്ക് ചെയ്യണം. എന്തൊക്കെയാ അതിന്റെ വെയിറ്റ് നോക്കണം, വെയിറ്റ് കറക്റ്റ് ക്വാണ്ടിറ്റി ഇല്ലേ, വെയിറ്റ്, ദെൻ ബാച്ച് നമ്പർ, അതിന്റെ നമ്പറുകള്, ദെൻ ക്വാണ്ടിറ്റി, അതിന്റെ അളവ്, ഡേറ്റ് ഓഫ് എക്സ്പയറി അതും ചെക്ക് ചെയ്യണം. എക്സ്പയറി ഡേറ്റും ചെക്ക് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മള് എക്സ്പയറി നോക്കൂലേ അല്ലെ? നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എക്സ്പയറി നോക്കാം, എത്ര ദിവസം വരെ ഇത് ഉപയോഗിക്കാം. ഇപ്പൊ ലാസ്റ്റ് ദിവസമാണ് എക്സ്പയറി കഴിഞ്ഞത് വെക്കില്ല, എങ്കിലും നമ്മൾ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യും. അതുപോലെ ഡ്രഗ്സും നമ്മൾ അത് റിസീവ് ചെയ്യുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കും. ഓക്കെ, ഇനി എത്ര നാളും കൂടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. All drugs received must be checked, weight, batch number, quantity, date of expiry. Any random samples of each batch sample has to be sent to a lab for quality testing. ഇനി അടുത്ത റാൻഡം സാമ്പിൾ കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടല്ലോ മാത്സിലൊക്കെ. റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ റാൻഡ് ആയിട്ട് എങ്ങനെയാ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അല്ലെ, ഓരോന്നിനും ഓരോന്നൊക്കെ എടുക്കും. ഓരോ സെക്ഷനിൽ നിന്നും ഓരോ ബാച്ചിൽ നിന്നും നമ്മൾ ഓരോന്ന് തിരഞ്ഞെടുക്കും. അതാണ് റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അല്ലെ. അപ്പൊ നോക്കിയേ, റാൻഡം സാമ്പിൾ ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ. അപ്പൊ ഒരു സെക്ഷനിൽ നമ്മൾ വരുന്ന ആ മെഡിസിൻസിന്റെ ഇതാണ് ബാച്ച് സാമ്പിൾ. ഓരോ സെക്ഷനിൽ നിന്നുള്ളതിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ എല്ലാരും ടെസ്റ്റ് ചെയ്യൂല. അതിന് റാൻഡം സാമ്പിൾ എടുക്കുന്നത്. ആ ഒരു
ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെഡിസിൻ അതിൽ നിന്ന് ഒരെണ്ണം, വേറെ ഇതിൽ നിന്ന് ഒരെണ്ണം, അങ്ങനെ നമ്മൾ റാൻഡം സാമ്പിൾ ആയിട്ട് നമ്മൾ മെഡിസിൻസ് എങ്ങോട്ട് അയക്കും? ഹാസ് ടു ബി സെൻഡ് ടു ലാബ്, ലാബിലേക്ക് അയക്കും. എന്തിനാ? ഫോർ ക്വാണ്ടിറ്റി ടെസ്റ്റിംഗ്, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ, അതിന്റെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ ബാച്ച് സാമ്പിളിൽ നിന്നും എന്ത് ചെയ്യുന്നു? നമ്മൾ റാൻഡം സാമ്പിൾ ആയിട്ട് ഓരോന്ന് എടുത്തിട്ട് ലാബിലേക്ക് അയച്ച് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും, അതിന്റെ ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യും, നല്ല ക്വാളിറ്റിയിലുള്ളതാണോ എന്നുള്ളത് ക്വാളിറ്റി ചെക്ക് ചെയ്യും. ഇതെല്ലാരും എടുക്കൂല. എങ്ങനെയാ? റാൻഡം സാമ്പിൾ ആണ് എടുക്കുന്നത്. ഓരോ ബാച്ച് സാമ്പിളിൽ നിന്നും റാൻഡം ആയിട്ടാണ് എടുക്കുന്നത്. അത് നേരെ ലാബിലേക്ക് അയച്ചിട്ട് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്, ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണോ? ഡൗട്ട് ഓഫ് സബ്സ്റ്റാൻഡേർഡ്. നമുക്കപ്പോ എന്തെങ്കിലും ഈ മെഡിസിൻസിനൊക്കെ ആണെങ്കിൽ എടുക്കുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് തോന്നാം, അതിന്റെ ക്വാളിറ്റി കുറവാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് തോന്നാം. അപ്പൊ അങ്ങനെയുള്ളത് എന്താ? ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ലാബ് ടെസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകള് എന്താണ്? നമ്മൾ ലാബിൽ കൊടുത്ത് ലാബ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും അതിന്റെ ഗുണനിലവാരം നമുക്ക് അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഡ്രഗ്സ് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോ വല്ല കവറിൽ വല്ല ഒരു ഇതോ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ വല്ല ഇത് തോന്നോ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് കയ്യിൽ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുവാണെങ്കിൽ, ക്വാളിറ്റി ഇല്ലേ എന്നൊരു ഡൗട്ട് തോന്നുക, അതിനൊരു ക്വാളിറ്റി കുറഞ്ഞതാണെന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ അത് ഡ്രഗ്സ് എന്ത് ചെയ്യുന്നു? ഡ്രഗ്സ് ഷുഡ് ബി യൂസ്ഡ് എപ്പോഴും ഉപയോഗിക്കാൻ പാടുള്ളൂ? ഓൺലി ആഫ്റ്റർ ലാബ് ടെസ്റ്റ്. അങ്ങനെയുള്ള മരുന്നുകള് നമ്മൾ ലാബ് ടെസ്റ്റ് നടത്തി അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ പറഞ്ഞില്ലേ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആണ്, ഒരു മിനിമം ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. ഫോൾഡിങ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് ആണ് ഫോൾഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, ക്യാരിയിങ് കോസ്റ്റ്. പിന്നെ ഓർഡർ കോസ്റ്റ്, ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന ഒരു കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒന്ന് സെന്റൻസ് നോക്കാം എന്നിട്ട് ഒന്നുകൂടി പറയാം കേട്ടോ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ എന്ന് പറയും. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. The economic order quantity is the number of units that a company should add to the inventory. Inventory എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ആണ് കേട്ടോ. ഇൻവെന്ററി, സ്റ്റോക്ക് ലിസ്റ്റ് ആണ് ഇൻവെന്ററി. സ്റ്റോക്ക് ലിസ്റ്റ് should be added to inventory with each order to minimize. എന്തിനു വേണ്ടിയാ? കോസ്റ്റ് കുറയ്ക്കാൻ, ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. Each order to minimize the total cost of inventory, such as holding cost, order cost and shortage cost. എന്താ? നമ്മളെ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് ആണ്. ക്യാരി ചെയ്യുമ്പോൾ എടുക്കുന്ന കോസ്റ്റ്, ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്, ഷോർട്ടേജ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ കോസ്റ്റ്. ഷോർട്ടേജ് വരുമ്പോൾ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഷോർട്ടേജ് ആണെങ്കിൽ അതിന്റെ വില കൂടുതലായിരിക്കും, അല്ലെ? അങ്ങനെയല്ലേ? സാധനങ്ങൾ ആരെങ്കിലും ഷോർട്ട് ആയിട്ടുള്ളത്, ഷോർട്ടേജ് വരുമ്പോ വില കൂടിയിടും. ഇഷ്ടംപോലെ അവൈലബിൾ ആകുമ്പോൾ അതിന് കുറച്ച് വില കുറയും. നമ്മൾ മേടിക്കുമ്പോൾ സാധനങ്ങൾക്ക് അങ്ങനെയല്ലേ, അല്ലെ? നമ്മൾ പറയും സീസണിലാകുമ്പോ നമുക്ക് വില കുറവായിരിക്കും, എന്നാൽ ഔട്ട് സീസൺ ആണ്. സീസണിൽ അല്ലാത്ത സമയത്താണെങ്കിൽ അതിന് നമുക്ക് വില എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, അല്ലെ? ഇഷ്ടംപോലെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കോസ്റ്റ് കുറവായിരിക്കും. ഷോർട്ടേജ് വരികയാണെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഷോർട്ടേജ് കോസ്റ്റ് എന്നിങ്ങനെ ആ ഇൻവെന്ററിയുടെ സ്റ്റോക്ക് ലിസ്റ്റ്, ആ ഇൻവെന്ററിയുടെ മൊത്തം നമ്മൾ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവെന്ററിയിൽ ചേർക്കേണ്ട യൂണിറ്റുകളുടെ എണ്ണമാണ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ആ ഇൻവെന്ററിയിൽ ചേർക്കേണ്ട യൂണിറ്റുകളുടെ എണ്ണമാണ് ECQ എന്ന് പറയുന്നത്. അത്രയും ഡീറ്റെയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഒന്ന് ഷോർട്ട് ചെയ്ത് അവിടെ എഴുതി വെച്ചു EOQ എന്നുള്ളത്.
പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തത് EOQ. അവിടെ തന്നെ അവിടെ സ്പേസ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് തന്നെ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ. ഒപ്റ്റിമം ക്വാണ്ടിറ്റി, optimum quantity, QUANTITY, optimum quantity which minimize ചെയ്യാം, കുറയ്ക്കാൻ, minimize the total cost of inventory. Total cost of inventory is called EOQ, economic order quantity. The total cost of inventory is called EOQ. കിട്ടിയോ? സെന്റൻസ് കിട്ടിയോ? Optimum quantity which minimize the total cost of inventory is called EOQ. ഓക്കെ, എന്താ വെച്ചാൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻവെന്ററിയുടെ ആ സ്റ്റോക്ക് ലിസ്റ്റിന്റെ നമുക്ക് മൊത്തത്തിൽ ആകെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒപ്റ്റിമം ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നതിന് ഓർഡർ ചെയ്യുന്നതിനെയാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത ഒരു മിനിമം ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യുന്നതിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് ഇൻവെന്ററിയുടെ ആകെ ചെലവ് കുറയ്ക്കുന്ന ഒപ്റ്റിമം അളവിനെയാണ്, ഒപ്റ്റിമൽ ക്വാണ്ടിറ്റിനെയാണ് EOQ എന്ന് പറയുന്നത്. EOQ ക്ലിയർ ആയില്ലേ? അത് ആ ചെലവൊക്കെ മൊത്തത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഒരു നിശ്ചിത ക്വാണ്ടിറ്റി, ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നു. അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഞാനിപ്പോ തന്ന സെന്റൻസ് ഇല്ലേ, അതും ഒന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചേക്കുക. നോട്ടിലേക്ക് അല്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചാൽ മതി. എല്ലാവർക്കും കിട്ടിയില്ലേ? സെന്റൻസ് കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആരെങ്കിലും എഴുതിയെടുക്കാത്ത ഉണ്ടോ? അത് ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് റെക്കോർഡ്സ് ആണ്. ഇത് ടിക്കിട്ട് വെച്ചോട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന്. ഇതിന്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി എക്സാമിന്. എന്താണെന്ന് നമുക്ക് പറയാം, എങ്കിലും പേരുകൾ നോട്ട് ചെയ്യുക. ഏതൊക്കെ റെക്കോർഡ്സുകളാണ് നമുക്ക്, അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് ആണ് ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കിയേ, റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് ആണ് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് ഡ്രഗ്സ്. പലതരത്തിലുള്ള മരുന്നുകളുടെ സ്റ്റോക്ക് ലെഡ്ജർ. എന്താണ് സ്റ്റോക്ക് ലെഡ്ജർ? അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻവെന്ററി ലെഡ്ജർ. എന്ന് എഴുതി വെച്ച അവിടെ ഇൻവെന്ററി ലെഡ്ജർ എന്ന് പറയും. ഓക്കെ, ഇൻവെന്ററി ലെഡ്ജർ എന്താ? ഇസ് എ റെക്കോർഡ് ഓഫ് ഫാർമസീസ് ഡ്രഗ് ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസ്. ഫാർമസിയിലുള്ള മരുന്നുകളില്ലേ, അതിന്റെ ആ സ്റ്റോക്ക് ലിസ്റ്റിന്റെ ഒരു റെക്കോർഡാണ് സ്റ്റോക്ക് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇസ് എ റെക്കോർഡ് ഓഫ്, ഒരു സെന്റൻസ് വേണമെങ്കിൽ അവിടെ എഴുതിക്കോട്ടോ. ഇസ് എ റെക്കോർഡ് ഓഫ് എ ഫാർമസീസ്, is a record of pharmacies inventory of medications. Inventory of medications. Stock ledger. The stock list. Inventory എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ലിസ്റ്റ് ആട്ടോ. അപ്പൊ എന്താ? ഫാർമസിയുടെ മരുന്നുകളുടെ സ്റ്റോക്ക് ലിസ്റ്റ് കാണിക്കുന്ന ഒരു റെക്കോർഡാണ് സ്റ്റോക്ക് ലെഡ്ജർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഫാർമസിയിലുള്ള മരുന്നുകളുടെ ആ സ്റ്റോക്ക് ലിസ്റ്റ് കാണിക്കുന്ന ഒരു റെക്കോർഡ്. ഓക്കെ, സ്റ്റോക്ക് ലെഡ്ജർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെന്ററി ലെഡ്ജർ. ഇൻവെന്ററി ലെഡ്ജർ എന്നും അറിയപ്പെടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നോക്കിയേ, സെക്കൻഡ് വൺ, ഇന്റന്റ് ആൻഡ് റിസിപ്റ്റ് വൗച്ചർ. ഇന്റന്റിങ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഫോർമൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് മരുന്നുകൾക്ക് വേണ്ടി, ഫാർമസിയിലേക്കുള്ള മരുന്നുകൾക്ക് വേണ്ടി സപ്ലയറിന് ഒരു ഓർഡർ കൊടുക്കുന്ന ഓർഡർ
റിക്വസിഷൻ കൊടുക്കുന്ന റിക്വസ്റ്റ് കൊടുക്കുന്നതിനെയാണ് ഇന്റന്റ് എന്ന് പറയുന്നത്. അത് ഇനിയിപ്പോ എഴുതണ്ട, നമ്മളവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞല്ലോ ഇന്റന്റ് എന്താണെന്ന്. ഇസ് എ ഫോർമൽ റിക്വസ്റ്റ് ടു പർച്ചേസ് സ്പെസിഫിക് മെഡിക്കേഷൻ ഓർ സപ്ലയർ. നിശ്ചിത മരുന്നുകൾക്ക് വേണ്ടി സപ്ലയറിന് ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നതിനാണ്. ഓക്കെ, ഫോർമൽ റിക്വസ്റ്റ് ആണ് ഇന്റന്റ് എന്ന് പറയുന്നത്. ആൻഡ് റിസിപ്റ്റ് വൗച്ചർ റിസിപ്റ്റ് വൗച്ചർ റിസീവ് ചെയ്തതിന്റെ വൗച്ചർ, അത് റിസിപ്റ്റ് വൗച്ചർ വേണം. ഇന്റന്റ് ആൻഡ് റിസിപ്റ്റ് വൗച്ചർ. നെക്സ്റ്റ് നോക്കിയേ, ഡ്രഗ് ഇൻസ്പെക്ഷൻ റെക്കോർഡ്. ഡ്രഗുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യൂലേ? ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ പരിശോധന നടത്തും. ഓരോ മരുന്നുകളും അത് പരിശോധന നടത്തിയതിന്റെ റിപ്പോർട്ട്. ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഓരോ മെഡിസിൻസും പരിശോധന നടത്തിയത് ഇൻസ്പെക്ഷൻ ചെയ്തതിന്റെ എന്താ ആ ഒരു റിപ്പോർട്ട്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയേ, ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് വിൻ കാർഡ്സ്. ഇൻഡെക്സ് രജിസ്റ്റർ, അതായത് ഇൻഡെക്സ് രജിസ്റ്റർ, ഇൻഡെക്സ് എഴുതാറല്ലേ നിങ്ങൾ? ഇൻഡെക്സ് എഴുതൂല്ലേ? നമ്മള് ടെക്സ്റ്റിന് ഇൻഡെക്സ് ഉണ്ടാവും. ഇൻഡെക്സ് എന്താ? ഇൻഡെക്സ് എന്താ? ഇൻഡെക്സ് എന്താ? ഉള്ളടക്കം. ശരി. അതായത് നമ്മളിപ്പോ ഒരു 10 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഫ്രണ്ട് പേജിൽ ഇൻഡെക്സ് കൊടുക്കും. ഇപ്പൊ ചാപ്റ്റർ 1 ഇന്നത്, ചാപ്റ്റർ 2 ഹെഡിങ് കണ്ടു, ചാപ്റ്റർ 3. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ഇൻഡെക്സ് നോക്കിയിട്ട് അറിയാൻ പറ്റും. ആമുഖം, ശരിയാണ്, മലയാളം ആമുഖം. അപ്പൊ നമുക്ക് ആ ചാപ്റ്റർ നോക്കാം. അപ്പൊ 4ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടെക്സ്റ്റിൽ 1, 2 എന്ന് മറിച്ച് നോക്കണ്ട. 4ാമത്തെ ചാപ്റ്റർ എടുക്കാം. അതിന്റെ പേരുണ്ടാവും, പേജ് നമ്പറും ഉണ്ടാവും. അപ്പൊ നമുക്ക് നേരെ ആ പേജ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലേക്ക് നേരെ പോകാം, അല്ലെ? ഇതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫാർമസിയിലെ ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫാർമസീനെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡുകളും അതിന്റെ നമ്പർ ഉണ്ടാവും. നമ്പർ കൊടുത്ത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്ത് വേണം കേട്ടോ. ഫാർമസീനെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡുകളും, ഒരു ഫാർമസീനെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡുകളും നമ്പർ കൊടുക്കും. റെക്കോർഡുകൾക്ക് നമ്പർ കൊടുക്കും, ഇൻഡെക്സ് നമ്പർ കൊടുത്തിട്ട് അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇൻഡെക്സ് രജിസ്റ്റർ. ഇനി നോട്ട് ചെയ്തോ, ഫാർമസീനെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡുകൾക്കും നമ്പർ കൊടുത്തിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ റെക്കോർഡാണ് ഇൻഡെക്സ് രജിസ്റ്റർ. ഇനി അതിന്റെ കൂടെ നോക്കിയേ, ആൻഡ് വിൻ കാർഡ്. വിൻ കാർഡ്, താഴെ ഒരു വിൻ കാർഡിന്റെ തന്നിട്ടുണ്ട്. വിൻ കാർഡിന്റെ ഒരു ഫോർമാറ്റാ കൊടുത്തേക്കുന്നത്. വിൻ കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ലെവല് അറിയുന്നതിന് വേണ്ടിയുള്ള റെക്കോർഡ്. ഒന്ന് എഴുതി വെച്ച അവിടെ. വിൻ കാർഡ് എന്താണ്? സ്റ്റോക്ക് ലെവല് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു റെക്കോർഡാണ് വിൻ കാർഡ്. ഓക്കെ, സ്റ്റോക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് ലെവൽ എത്രയാണ്, അത് അറിയുന്നതിന് വേണ്ടിയുള്ള. അപ്പൊ ഇത് നോക്കിയാൽ മതി, നമുക്ക് വിൻ കാർഡ് നോക്കിയാൽ മതി. എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ എത്രത്തോളം ഇഷ്യൂ ചെയ്തു, ബാലൻസ് എത്രയുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. വിൻ കാർഡ്. വിൻ കാർഡ് എന്താണ് വിൻ കാർഡ്? സ്റ്റോക്ക് ലെവല് അറിയുന്നതിനുള്ള ഒരു റെക്കോർഡ്. ക്ലിയർ ആയോ? സ്റ്റോക്ക് ലെവല് അറിയുന്നതിനുള്ള ഒരു റെക്കോർഡാണ് വിൻ കാർഡ്. ഇനി നോക്കിയേ സ്റ്റോക്ക് ലെവൽ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ വിൻ കാർഡ്. ആ ഒരു കോളം നോക്കിയിട്ട് നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. ആ ഒരു വിൻ കാർഡിന്റെ ഫോർമാറ്റ് കൊടുത്തേക്കണം കണ്ടോ. അതിന്റെ ഹെഡിങ് ഉണ്ട്, വിൻ കാർഡ് എന്നുണ്ട്. എന്താണ് സംഭവം ഉണ്ട്, വിൻ കാർഡ്. അവിടെ നോക്കിയ ബിൽ നമ്പർ, ബില്ലിന്റെ നമ്പർ എത്രയാണെന്നുണ്ടാവും. പിന്നെ ഏത് മെറ്റീരിയൽ ആണ്, ഓരോ ഇതിനും ഓരോ വിൻ കാർഡുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിന്റെ എത്രത്തോളം ആ മെഡിസിൻ എത്രത്തോളം അവിടെ നമ്മള് സപ്ലയറിൽ നിന്ന് എത്രത്തോളം റിസീവ് ചെയ്തു, അതിൽ എത്ര എണ്ണം ഇഷ്യൂ ചെയ്തു, ബാലൻസ് എത്രയുണ്ട് എന്നൊക്കെ ഓരോന്നും അറിയാൻ പറ്റും. വിൻ കാർഡ്. ഇൻഡെക്സ് രജിസ്റ്റർ ആണോ ഒന്നുകൂടെ പറയണ്ടേ മോളെ? ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് ഫാർമസീനെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡ്സും ഫാർമസീനെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡ്സും നമ്പർ ഇട്ടിട്ട്, ഓരോ റെക്കോർഡിന് നമ്പർ ഇടണം. എല്ലാ റെക്കോർഡും നമ്പർ ഇട്ടിട്ട്
നമ്പർ കൊടുത്ത് എല്ലാ റെക്കോർഡിനും നമ്പർ കൊടുത്തിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. ആ റെക്കോർഡാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്, ആ റെക്കോർഡ്. ഓക്കെ, കിട്ടിയില്ലേ? ഇൻഡെക്സ് രജിസ്റ്റർ, ഇൻഡെക്സ് നമ്പർ കൊടുത്തിട്ട് ഫാർമസിയിലെ എല്ലാ റെക്കോർഡുകൾക്കും നമ്പർ കൊടുത്തിട്ട് അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നു, ആ റെക്കോർഡ്. അതാണ് ഇൻഡെക്സ് രജിസ്റ്റർ. ക്ലിയർ ആയില്ലേ? എഴുതിയെടുത്തില്ലേ? ഓക്കെ, എഴുതിയോ? ചോദിച്ച കുട്ടി എഴുതിയെടുത്തോ? മോളെ എഴുതിയോ അത്? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് ബിൽ കാർഡ് ആണ് കേട്ടോ. ബിൽ കാർഡ്, ബിൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? സ്റ്റോക്ക് ലെവല് അറിയുന്നത്. മോളും അല്ല, കീർത്തന എന്നാണല്ലോ അവിടെ കൊടുത്തേക്കണേ. കീർത്തന വിനോദ് മോനാണോ? ഓക്കെ, ഞാൻ പേര് പെട്ടെന്ന് എനിക്ക് വായിൽ കിട്ടിയില്ല. എന്താന്ന്? കീർത്തന. ഞാനല്ല ചോദിച്ചേന്നാണോ? ആരാ ചോദിച്ചേ? ഓക്കെ ഓക്കെ, നോട്ട് ചെയ്തെടുത്തില്ലേ? ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് പിൻ കാർഡ് ആണ്. പിൻ കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ലെവൽ അറിയുന്നതിനുള്ള ഒരു റെക്കോർഡാണ്. ഇനി അതിനകത്ത് പിൻ കാർഡിന്റെ ഫോർമാറ്റ് അവിടെ കൊടുത്തേക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ ബിൽ നമ്പർ ഉണ്ടാകും, പിന്നെ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണോ, ഏത് മരുന്നാണോ അതിന്റെ ആ പേര് അതുണ്ടാവും. അതിന് ഓരോ മെഡിസിനും അതിന്റെ കോഡ് നമ്പർ ഉണ്ടാകും, ആ കോഡ് നമ്പർ ഉണ്ടാകും. പിന്നെ അടുത്തത് സ്റ്റോർസ് ലെഡ്ജർ ഫോളിയോ എന്ന് വെച്ചാൽ അത് ലെഡ്ജർ അക്കൗണ്ടിന്റെ പേജ് നമ്പർ ആട്ടോ. പേജ് നമ്പർ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്, പേജ് നമ്പർ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്, ഇതാണ് സ്റ്റോർസ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. അത് പിന്നെ അടുത്ത് നോക്കി മാക്സിമം ക്വാണ്ടിറ്റി, മാക്സിമം എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഓർഡറിംഗ് ലെവല്, പിന്നെ മിനിമം ക്വാണ്ടിറ്റി എത്രയാണ്, അതൊക്കെ എത്ര ഉണ്ടെന്നുള്ളതൊക്കെ അവിടെ എഴുതും. പിന്നെ നോക്കിയ ഡേറ്റ്, ഡേറ്റ് എഴുതും. ക്വാണ്ടിറ്റി റിസീവ്ഡ്, നമ്മൾ എന്നാണ് അത് റിസീവ് ചെയ്തേ ആ ഡേറ്റ് അവിടെ എഴുതും. അതിന്റെ നമ്മുടെ ക്വാണ്ടിറ്റി റിസീവ്ഡ്, എത്രത്തോളം നമ്മൾ ആ മരുന്ന് എത്ര ക്വാണ്ടിറ്റിയിൽ റിസീവ് ചെയ്തു, എത്ര എണ്ണം വാങ്ങി മൊത്തം റിസീവ് ചെയ്തു. ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, എത്രത്തോളം ഇഷ്യൂ ചെയ്തു, എത്രത്തോളം അത് ഇഷ്യൂ ചെയ്തു. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആയിട്ടും അത് ഔട്ട് പേഷ്യന്റിലേക്ക് ആയിട്ട് അത് എത്രത്തോളം ഇഷ്യൂ ചെയ്തു എന്നുള്ളത്. പിന്നെ ബാലൻസ് എത്രയുണ്ട്, ആ ബാലൻസ് എത്ര ഇതുണ്ട് എന്നുള്ളത് നോക്കും. പിന്നെ അതിന്റെ റിമാർക്സ്, ഇത്രയാണ് ആ ബിൽ കാർഡിൽ വരുന്നത്. നമ്മള് ചെന്ന് ഈ മരുന്നൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോ അവര് സിസ്റ്റത്തിൽ പെട്ടെന്ന് നോക്കൂലേ, ആ ഒരു മെഡിസിൻ അവിടെ ഫാർമസിയിൽ ഉണ്ടോ, ഇത്ര എണ്ണം ഉണ്ട്, സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ അവര് ചെക്ക് ചെയ്ത് നോക്കൂലേ. ബിൽ കാർഡാണ് ഇത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങളാണ്. അതൊന്നും ജസ്റ്റ് ഫോർമാറ്റ് തന്നു എന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം എന്തൊക്കെയാ വന്നേന്നുള്ളത്. ഡേറ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി റിസീവ്ഡ്, റിസീവ് ചെയ്ത് എത്രത്തോളം നമ്മൾ റിസീവ് ചെയ്തു, എത്രത്തോളം അത് ഇഷ്യൂ ചെയ്തു, ഇനി ബാലൻസ് അവിടെ എത്രയുണ്ട്, റിമാർക്സ്, അത്രയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ബിൽ കാർഡ്. ഇനി നോക്കി എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. അപ്പൊ ഓരോ മരുന്നുകളുടെയും എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളത് അത്രയും നാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ, ആ ഒരു ഡേറ്റ്, അതിനുശേഷം ആ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. മാക്സിമം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഡേറ്റ് ആണ് എക്സ്പയറി ഡേറ്റ്. ഓരോ മെഡിസിൻസിന്റെ എക്സ്പയറി കാണിക്കുന്ന രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ ഉണ്ട്. പിന്നെ അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. അഡ്വേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ മരുന്നുകൾക്കും എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവുമോ, റിയാക്ഷൻസ് ഉള്ള മരുന്നുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ, അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. അടുത്ത നോക്കിയ ഫൈൽ ഓഫ് നെഗറ്റീവ് റിയാക്ഷൻ. ശരി, അതിന്റെ പ്രതികരണം നമ്മൾ അഡ്വേഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുന്ന, എല്ലാവർക്കും എല്ലാ മെഡിസിൻസും ഇതാവണമെന്നില്ല, ചിലർക്ക് അത് റിയാക്ട് ചെയ്യും, നമ്മുടെ ബോഡി ആ മരുന്നുകളോട് റിയാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ആ റിയാക്ഷൻസ്, അഡ്വേഴ്സ് റിയാക്ഷൻ കാണിക്കുന്ന റെക്കോർഡ്. ഇനി അടുത്ത് നോക്കിയേ ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്, അതായത് വിതരണം, സപ്ലയേഴ്സ് വിതരണക്കാരുമായിട്ടും യൂണിറ്റ് മറ്റുള്ള യൂണിറ്റുമായിട്ടുള്ള ഈ ഒരു നമ്മൾ ആ ഒരു എന്താ ഫയല്, നമ്മൾ ആ ഒരു അവര് തമ്മിലുള്ള ഇടപാടുകൾ കാണിക്കില്ലേ, അതിന്റെ ഒരു ഫയല്,
സപ്ലയർമാരായിട്ട് ഡീലിങ്സ് സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കാണിക്കുന്ന ഫയൽ. ഓക്കെ, സപ്ലയേഴ്സുമായിട്ടും ഓരോ യൂണിറ്റും ഒക്കെ ഉള്ള യൂണിറ്റുമായിട്ടൊക്കെ ഉള്ള ആ ഒരു നമ്മൾ എന്താ പറയാ ഇടപാടുകൾ അത് കാണിക്കുന്ന ഫയൽ. ഇനി അടുത്തതാണ് ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ്. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ പണം അയക്കുക എന്നുള്ള മീനിങ് ആട്ടോ. റെമിറ്റൻസ് പണം അയക്കൽ മീനിങ്. റെമിറ്റൻസ് പണം അയക്കൽ. ഓക്കെ, എന്താണ് വൗച്ചറുകള് ഈ നമ്മൾ അയക്കുന്നതിനുള്ള ഒരു ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ട് ഫോർ എന്തിനുള്ളതാണ്? റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. വൗച്ചറുകൾ അയക്കുന്നതിനുള്ള ലെഡ്ജർ അക്കൗണ്ട്, അതായത് വൗച്ചറിന്റെ ഡീറ്റെയിൽ അടങ്ങുന്ന രജിസ്റ്റർ കേട്ടോ. വൗച്ചറിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന രജിസ്റ്റർ. വൗച്ചറിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന രജിസ്റ്റർ. ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. വൗച്ചറുകൾ അയക്കുന്നതിനുള്ള ഒരു ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വൗച്ചറിന്റെ ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു രജിസ്റ്റർ ആണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ഡെനൻസിയേഷൻ. ഡെനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ദുരാരോപണം. ഡെനൻസിയേഷൻ ദുരാരോപണം. ദുരാരോപണ റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താ? ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഉപഭോഗ വസ്തുക്കളുടെയും നോൺ കൺസ്യൂമബിൾസ് വസ്തുക്കൾ ഇതിന്റെയൊക്കെ ഏതാണ് ഡെനൻസിയേഷൻ റെക്കോർഡ്. അതായത് നമ്മളിപ്പോ ഈ എന്താണ് ക്വാളിറ്റി ഒക്കെ നമ്മൾ പല സപ്ലയർമാരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനകത്ത് ചിലപ്പോ എന്തെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ തരത്തിലുള്ള അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ് വിൽക്കുന്ന സപ്ലയർമാരൊക്കെ ഇല്ലേ. അപ്പൊ അവർക്കിടെയൊക്കെ ഒരു ലിസ്റ്റ്. അതാണ് ക്വാളിറ്റി കുറഞ്ഞ സപ്ലയർമാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവരുടെയൊക്കെ ലിസ്റ്റ് ഉള്ള ഒരു റെക്കോർഡ്. അതായത് നമ്മളെന്താ ഡെനൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരാരോപണം. അതായത് നമ്മളത് ഒരു മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരൂലേ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ആ റെക്കോർഡിൽ സ്റ്റോർ ചെയ്ത് വെക്കണം, റെക്കോർഡാക്കി വെക്കണം. അതിന്റെ ഡീറ്റെയിൽസും വേണം. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ക്വാളിറ്റി കുറഞ്ഞ മരുന്ന് വിൽക്കുന്ന സപ്ലയർമാരില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കിടെയൊക്കെ ഒരു റെക്കോർഡ്. ഓക്കെ, ഇനി അത് നമ്മുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി തന്നെയാണ് കേട്ടോ, ഫാർമസിയുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി. അപ്പൊ നമുക്ക് ആ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ആ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കി നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളത്. ഇനി അടുത്ത് നോക്കിയേ, ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്. ഇയർലി സ്റ്റോക്ക് നോക്കൂലേ, വർഷാവസാനം ഇയർലി സ്റ്റോക്ക് അത് കൺഫേം ചെയ്യുന്ന റെക്കോർഡ്. ഓരോ വർഷാവസാനം സ്റ്റോക്ക് ഒക്കെ കൺഫർമേഷൻ ചെയ്യണം, ക്ലിയർ ആക്കണം അല്ലെ. എല്ലാ കണക്കും കാര്യങ്ങളും ഒക്കെ സ്റ്റോക്കും എല്ലാം അവിടെ ക്ലിയർ ആക്കണം. ഓഡിറ്റ് നടത്തൂല. അതുപോലെ നമ്മൾ ഓരോ വർഷാവസാനവും കറക്റ്റ് നമ്മുടെ ഫാർമസിയിൽ നമ്മൾ ഇത്ര മരുന്നുകൾ നമ്മൾ ഇത്രയും ഈ വർഷം റിസീവ് ചെയ്തു, അതിന് എത്ര കൊടുത്തു, ബാലൻസ് ഇത്രയുണ്ട്. അപ്പൊ ബാലൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ റിസീവ് ചെയ്തതും ഡിസ്പെൻസ് ചെയ്തതും ഒക്കെ, ഇപ്പൊ റിസീവ് ചെയ്തതിന് ഡിസ്പെൻസ് ചെയ്തതൊക്കെ നമ്മൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ ബാലൻസ് കറക്റ്റ് അളവിൽ തന്നെ വേണം. അതൊക്കെ നമ്മൾ ഓരോ വർഷാവസാനം നമ്മൾ കൺഫേം ചെയ്യണം, അതിന്റെ റെക്കോർഡ്. പിന്നെ ഹോസ്പിറ്റൽ ഫോർമുലറി. ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റ് ആണ്. ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ്. ദെൻ ആന്റിബയോട്ടിക് പോളിസി. എന്താണ് ആന്റിബയോട്ടിക് പോളിസി എന്ന് പറഞ്ഞാൽ? ആന്റിബയോട്ടിക്സ് ഒക്കെ നമുക്ക് ഉചിതമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കൊക്കെ ഒരു ഗൈഡൻസ്, പ്രോട്ടോകോളുകൾ, മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആന്റിബയോട്ടിക് പോളിസി, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ടു റെഡ്യൂസ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആന്റിബയോട്ടിക്സ് ഒക്കെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, ഉചിതമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതൊക്കെ കാണിക്കുന്ന ഒരു നയം, ഒരു പോളിസിയാണത്, ആന്റിബയോട്ടിക് പോളിസി. അപ്പൊ ഇത്രയും റെക്കോർഡുകൾ ഒരു ഫാർമസിയിൽ കീപ്പ് ചെയ്യണം. നോട്ട് ചെയ്ത് വെച്ചവിടെ ഇമ്പോർട്ടന്റ് അടയാളപ്പെടുത്തിയോ?
ഏതൊക്കെ റെക്കോർഡ് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ഏതൊക്കെ റെക്കോർഡ്സുകളാണ് ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ടത്? സ്റ്റോക്ക് ലെഡ്ജർ ഓർ ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് ഡ്രഗ്സ്, intent and receipt voucher, drug inspection report, index register and bill cards, expiry date register, adverse reaction recorder, file of correspondence with the suppliers and units, ledger account for remittance of vouchers, denunciation record of non-consumables and consumables, yearly stock confirmation record, hospital formulary, antibiotic policy. അപ്പൊ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നാളെ ആണെങ്കിലും ഇത് കാണുമ്പോൾ എന്താന്ന് നമുക്കൊന്ന് ഐഡിയ വേണമല്ലോ. മിൻ കാർഡ് എന്താന്ന് വെക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. നമുക്കറിയാം ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട ഒരു റെക്കോർഡാണ് ബിൽ കാർഡ്. ബിൽ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമുക്കത് മനസ്സിലാവണം. സ്റ്റോക്ക് ലെവൽ അറിയാൻ വേണ്ടിയുള്ള ഒരു റെക്കോർഡാണ്. ഓക്കെ, സ്റ്റോക്ക് ലെവൽ അറിയാൻ വേണ്ടിയുള്ള റെക്കോർഡാണ് ബിൽ കാർഡ്. നമ്മളാണെങ്കിലും മരുന്നുകൾക്ക് ചെല്ലുമ്പോൾ അവർ ആ സിസ്റ്റത്തിൽ അടിച്ചു നോക്കും അല്ലെ. ബിൻ കാർഡ് അവർ ചെക്ക് ചെയ്യും. ആ മരുന്ന് അവിടെ സ്റ്റോക്ക് ഉണ്ടോ, എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും ഒക്കെ ബിൻ കാർഡ് ഹെൽപ്പ് ചെയ്യും അല്ലെ. സപ്ലൈസിനൊക്കെ നമ്മളിങ്ങനെ ഇന്റന്റിങ് റിക്വസിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ബിൻ കാർഡ് നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ മരുന്നുകൾ ഇത്രയും നമുക്ക് ഇവിടെ ബാലൻസ് ഉണ്ട്, ബാലൻസ് ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഓർഡർ കൊടുത്താൽ മതി. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് ലെവൽ അറിയുന്നതിനുള്ള റെക്കോർഡാണ് ബിൽ കാർഡ്. അതിന്റെ ഫോർമാറ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ആണ്. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകളുടെ സ്റ്റോറേജ്. എല്ലാ മരുന്നും ഒരുപോലെയാണോ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? ആണോ? അല്ല അല്ലെ, പല പല രീതിയിൽ. ഇപ്പൊ നമ്മളാണെങ്കിലും മരുന്നുകൾ, ചില മരുന്നുകളൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഓരോ സെക്ഷൻ തിരിച്ച് തന്നെ വെക്കണം മരുന്നുകൾ. എല്ലാം എന്താ ഒരുമിച്ച് അവിയൽ വെള്ളത്തിൽ കൂട്ടിക്കലർത്തി വെക്കാൻ പാടില്ല. ഓരോ മരുന്നുകളും അതിന്റെ സെക്ഷൻ തിരിച്ചിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് പഠിക്കേണ്ട. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ട മരുന്ന്. അപ്പൊ അതൊക്കെ തിരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ നമ്മളത് സൂക്ഷിക്കണം. അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവും അല്ലെ, അങ്ങനെയുള്ളത്. പിന്നെ അടുത്തത് ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഡ്രഗ്സ്. ഇൻഫ്ലെയിമബിൾ എന്ന് വെച്ചാൽ നമ്മൾ കത്താനൊക്കെ പെട്ടെന്ന് കത്ത് പിടിക്കുന്ന തരത്തിലുള്ള മരുന്നുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള മരുന്നുകൾ അത് പ്രത്യേകം സ്റ്റോർ ചെയ്യണം. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താ? വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ്, മോർഫിനൊക്കെ ഇല്ലേ, അതുപോലെയുള്ള മരുന്നുകൾ. പിന്നെ ജനറൽ ഡ്രഗ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റോറേജ് ചെയ്യുമ്പോൾ, ഡ്രഗ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനെ ഓരോ സെക്ഷൻ തിരിച്ച് വേണം സ്റ്റോർ ചെയ്യാൻ. ഇവിടെ സ്റ്റോറേജില് നമുക്ക് 4 കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്നത് 4 കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റത്തെ ഏതാ പറഞ്ഞേക്കുന്നത്? ജനറൽ ഡ്രഗ്സ്. ജനറൽ ഡ്രഗ്സ്, കോമൺ ഡ്രഗ്സ്, ജനറൽ ഡ്രഗ്സ്. നേരെ നമുക്ക് പാരസെറ്റമോൾ, ആന്റിബയോട്ടിക്സ് ഒക്കെ ഇല്ലേ, ആന്റിബയോട്ടിക്സ് അനലജിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ജനറൽ ഡ്രഗ്സിന് വരുന്നു. അപ്പൊ പാരസെറ്റമോൾ ഒക്കെ ജനറൽ ഡ്രഗ്സ്. അങ്ങനെയുള്ള മരുന്നുകൾ ഒരു സെക്ഷൻ, ജനറൽ ഡ്രഗ്സ് ഒരു സെക്ഷനിൽ ഇതാക്കണം. പിന്നെ അടുത്തതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. എക്സാമ്പിൾ മോർഫിൻ ഉണ്ട്, പെത്തഡിൻ ഉണ്ട്, ബാർബിറ്റുറേറ്റ്സ് ഉണ്ട്. ബാർബിറ്റുറേറ്റ്സ് അത് താഴെ പഠിക്കാണ്ട് കേട്ടോ, ഡീറ്റെയിൽ ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള മരുന്നുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സുകള്, ഹെറോയിൻ, ഓക്കെ, നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. ഓക്കെ, അടുത്ത നോക്കി ഇൻഫ്ലൈമബിൾ ഡ്രഗ്സ്. ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള ഡ്രഗ്സുകൾ, ആസ്പിരിൻ. ആസ്പിരിൻ ഒക്കെ ബ്ലഡ് ക്ലോട്ട് ആവാൻ എക്സാമ്പിൾ ആട്ടോ. അത് ഇവിടെ പറയണ്ട്, ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട്, ക്ലോട്ട് പിടിക്കുന്നത് തടയുന്നത്, ബ്ലഡ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന മരുന്നാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. ബ്ലഡ് ക്ലോട്ട് ആവുന്നത് തടയുന്ന മരുന്നാണ്. അതൊക്കെ ഇൻഫ്ലൈമബിൾ ഡ്രഗ്സിൽ വരുന്ന ആസ്പിരിന്, ഡൈക്ലോഫെനാക്സ്, ഓക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? ഒരു ഇൻഫ്ലൈമബിൾ ഡ്രഗ്സ് ആണ്. അത് നമ്മൾ പ്രത്യേകം സ്റ്റോർ ചെയ്യണം. പിന്നെ അടുത്ത് കോൾഡ് സ്റ്റോറേജ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സൂക്ഷിക്കേണ്ട മരുന്നുകൾ, വാക്സിനുകളൊക്കെ. ഇപ്പൊ നമ്മുടെ പോളിയോ, ഇൻസുലിൻ, ഇതൊക്കെ നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെ വാക്സിൻ കൊടുക്കൂലേ, ആ വാക്സിൻ എന്താ ഫ്രീസറില് ആ ഒരു ക്യൂബില്ലേ, ഒരു ക്യൂബ്, ഐസ് ക്യൂബ്,
അവര് ആ ഒരു ബോക്സ് ഉണ്ടാവും അവരുടെ അടുത്ത്, അവിടെ ഐസ് ക്യൂബ് ഉണ്ടാവും, അതിന്റെ ഉള്ളിലാണ് ആ മരുന്ന് അവർ സ്റ്റോർ ചെയ്യുന്നത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള മരുന്ന് വാക്സിൻസ്, ഹോർമോൺ, ഇതൊക്കെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ഡ്രഗ്സ് ഇപ്പൊ നമ്മൾ സ്റ്റോറേജ് അനുസരിച്ച് നമ്മൾ 4 കാറ്റഗറി ഇതാ പറഞ്ഞത്. ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അതിനകത്ത് ഓരോന്നിന്റെ ഡീറ്റെയിൽ നോക്കാം. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, ജനറൽ ഡ്രഗ്സ്. ജനറൽ ഡ്രഗ്സ് അതിന്റെ പോയിന്റ് നോക്കി. ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. എങ്ങനെ വെക്കണേ? എങ്ങനെയാണ് ഡ്രഗ്സ് വെക്കുന്നത്? ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. ക്യാബിനറ്റില് ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്തത്. അതായത് എ തുടങ്ങുന്ന മരുന്നുകള് ഒരു ക്യാബിനറ്റ്, ബി വെച്ച് തുടങ്ങുന്നത്, സി വെച്ച് തുടങ്ങുന്നത്, ഡി വെച്ച് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് എളുപ്പമില്ലേ? ഏത് മരുന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്യാബിനറ്റില് പോയാൽ മതി അല്ലെ? ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു ക്യാബിനിലേക്ക് പോയാൽ മതി നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ എങ്ങനെയാണ് ആൽഫബറ്റിക്കലി ആണ് മരുന്ന് ക്യാബിനറ്റ്സിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് അവര് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ബിൻകാർഡ് ഡിപ്പീറ്റിംഗ് സ്റ്റോപ്പ് പൊസിഷൻ. ബിൻകാർഡ് ഡിപ്പീറ്റിംഗ് സ്റ്റോപ്പ് പൊസിഷൻ. ഡിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാണിക്കുക എന്നുള്ള മീനിങ് ആണ്. സ്റ്റോപ്പ് പൊസിഷൻ കാണിക്കുന്ന ബിൻകാർഡ്. നമ്മൾ പറഞ്ഞില്ലേ ബിൻകാർഡ് സ്റ്റോക്ക് ലെവൽ അറിയുന്ന ആ ഒരു രജിസ്റ്റർ ആണ്, റെക്കോർഡാണ് ബിൻകാർഡ്. അപ്പോ ബിൻകാർഡ് ഡിപ്പീറ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ, സ്റ്റോക്ക് പൊസിഷൻ കാണിക്കുന്ന ബിൻകാർഡ്. അടുത്ത നോക്കിയേ. ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇപ്പൊ ജനറൽ ഡ്രഗ്സ് ആൽഫബറ്റിക്കലി ആണ് അറേഞ്ച് ചെയ്തേക്കണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ബിൻകാർഡ്, ആ ഒരു സ്റ്റോക്ക് പൊസിഷൻ കാണിക്കുന്ന ഒരു ബിൻകാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട്. ഷോർട്ട് എക്സ്പയറി ഉള്ള ഡ്രഗ്സുകൾ എവിടെ വെക്കണം? ഫ്രണ്ടിൽ വെക്കണം. എങ്കിലല്ലേ അത് ആദ്യം എടുത്ത് തീർന്നു പോകുള്ളൂ. എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ളത് ബാക്കിൽ വെക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണോ അറേഞ്ച് ചെയ്ത് വെക്കണേ? ഫാർമസിയിലൊക്കെ ആരെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടോ? ഫാർമസിസ്റ്റ് കോഴ്സ് ഒക്കെ കഴിഞ്ഞവരുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ ചെയ്ത് വെക്കണേ? യെസ്. അപ്പൊ എന്ത് ചെയ്യണം? ഷോർട്ട് എക്സ്പയറി കുറച്ച് എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ ഫ്രണ്ടിൽ വെക്കണം. എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകൾ ബാക്കിലേക്ക് വെക്കാം. അപ്പൊ നമ്മൾ അതിന്റെ അനുസരിച്ച് തന്നെ ഓർഡർ അനുസരിച്ച് തന്നെ എടുത്ത് പോകുമല്ലോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് എക്സ്പയറി കൂടുതലുള്ള മരുന്നുകൾ ഉണ്ടാവും ഇരിക്കുമല്ലോ. അപ്പൊ ഇത് നമുക്ക് കൊടുക്കണേന് കുഴപ്പമില്ല. ആദ്യം കുറെ എക്സ്പയറി ഉള്ളത് കൊടുത്ത് അവസാനം വരുമ്പോ എക്സ്പയറി ഡേറ്റ് കുറഞ്ഞാണെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആയി പോകും മരുന്ന്. പിന്നെ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ വേണം അറേഞ്ച് ചെയ്ത് വെക്കാൻ. ജനറൽ ഡ്രഗ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. അണ്ടർലൈൻ ചെയ്ത് തരാം. അത് ഷോർട്ട് എക്സ്പയറി ഡ്രഗ്സ് അറേഞ്ച് ചെയ്യാൻ ഫ്രണ്ടിൽ വെക്കണം. ലോങ് എക്സ്പയറി ബാക്കിൽ വെക്കണം. അടുത്ത നോക്കിയ ഫിഫോ. ഇനി എങ്ങനെയാ നോക്കിയ ഫിഫോ പഠിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫിഫോ CSSD നമ്മൾ തേർഡ് പഠിച്ചിട്ടുണ്ട്. ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പ്രൊസീജിയർ ടു ബി ഫോളോഡ്. എന്താ? ഫിഫോ പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് എന്താ ഫിഫോ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം നമ്മൾ വാങ്ങിച്ച മരുന്നുകളില്ലേ ആ മെഡിസിൻ ആദ്യം തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല അല്ലെ? ആദ്യം നമ്മൾ മേടിച്ച മരുന്നുകൾ ആദ്യം കൊടുക്കണം. ക്ലിയർ ആയോ? ഫിഫോ പ്രൊസീജിയർ ടു ബി ഫോളോഡ്. ഏതാണ്? ഫിഫോ പ്രൊസീജിയർ ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. അതായത് ആദ്യം വാങ്ങിച്ചതോ അല്ലെങ്കിൽ ആദ്യം ഉൽപ്പാദിപ്പിച്ചതോ ആദ്യം മാനുഫാക്ചർ ചെയ്തോ മരുന്നുകള് മെഡിസിൻസ് ആദ്യം തന്നെ വിൽക്കണം. ഓക്കെ, അല്ലെങ്കിൽ അത് ആദ്യം തന്നെ നമ്മൾ അത് ഉപയോഗിക്കണം. അപ്പൊ അവിടെ ചോദിക്കാം കേട്ടോ, ഏത് പ്രൊസീജിയർ ആണ് അവിടെ ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. ഫിഫോയാണ്. FIFO, ഫിഫോ. അടുത്ത നോക്കിയേ. ദ ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി. ഡ്രഗ് എങ്ങനെ യൂസ് ചെയ്യണം? ഡേറ്റ് ഓഫ് എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കണം, മരുന്നുകൾ ഉപയോഗിക്കണം അല്ലെ? എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ വിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മരുന്നുകൾ മാത്രമല്ല എന്ത് സാധനമാണെങ്കിലും അത്രയാണ് മാക്സിമം അത് നമുക്ക് ബെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഓക്കെ,
The drug should be used before the date of expiry. Expiry ഡേറ്റിന് മുന്നേ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കണം. അടുത്ത നോക്കി, expiry drugs to be disposed of as per rule. എന്താണ് എക്സ്പയറി ഡ്രഗ്സ് എന്ത് ചെയ്യണം? പിന്നെ അവിടെ വെക്കാൻ പറ്റൂല്ലോ. അതപ്പൊ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? as per rule, ചട്ടപ്രകാരം നീക്കം ചെയ്യണം. ആ നിയമപ്രകാരം റൂൾ അനുസരിച്ച് തന്നെ എക്സ്പയറി ഡ്രഗ്സ് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, ചട്ടപ്രകാരം തന്നെ ആസ് പെർ റൂൾ അനുസരിച്ച്, നിയമവശം അനുസരിച്ച് തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ അവിടുന്ന് ഡിസ്പോസ് ചെയ്യണം, നിർമാർജനം ചെയ്യണം, നീക്കം ചെയ്യണം. ക്ലിയർ ആയോ അത്രയും പോയിന്റ്സ് ജനറൽ ഡ്രഗ്സിന്റെ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റണല്ലേ? സ്പീഡ് എങ്ങാനും കൂടുതലുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, നോട്ട് ചെയ്തെടുക്കാൻ പറ്റണല്ലേ? ഓക്കെ, ഏതെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോർമലാണ്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ചോദിക്കണം കേട്ടോ. എഴുതിയെടുക്കാൻ പറ്റില്ല, ആ പോയിന്റ് ക്ലിയർ അല്ല, എപ്പോഴും പറയുന്നതാണ്, ഒന്ന് നോർമലാണ്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ, കഴിഞ്ഞോ? ഇത്രയും കുറെ ചാപ്റ്ററുകളൊക്കെ പഠിച്ചല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒന്ന് ചെയ്തു തരാം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾക്കൊരു എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് തരുമ്പോ നിങ്ങൾക്കും അത് കുറച്ചും കൂടി എന്താ പറയാ എക്സാമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ. ഇനി നമുക്ക് 2 ക്ലാസ് മാക്സിമം, അത്രയും മതി. 2 ക്ലാസ് വേണ്ട, ചിലപ്പോൾ ഒരു 1-1.5 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ജനറൽ ഡ്രഗ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എങ്ങനെ വെക്കണം? ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റോക്ക് പൊസിഷൻ കാണിക്കുന്ന പിൻ കാർഡ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് നമ്മള് ഷോർട്ട് എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സ് ഫ്രണ്ടിൽ വെക്കണം, ലോങ് എക്സ്പയറി ഉള്ള ഡ്രഗ്സ് മരുന്നുകൾ ബാക്കിൽ വെക്കണം. പിന്നെ നമ്മളത് ഏത് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യേണ്ടത്? ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം നമ്മൾ റിസീവ് ചെയ്ത മരുന്നുകൾ ആദ്യം തന്നെ കൊടുക്കണം. പിന്നെ അടുത്തത് എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ മരുന്നുകൾ ഉപയോഗിക്കണം. പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റൂൾ അനുസരിച്ച്, ആ ചട്ടപ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം തന്നെ അത് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യണം, നിർമാർജനം ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നത് വേദന സംഹാരിയായിട്ട്, പെയിൻ കില്ലർ അല്ലെ, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. There should be different special organization for narcotic drugs like, പേരുകളൊന്ന് നോട്ട് ചെയ്തിട്ടേ അവിടെ. നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ് മോർഫിൻ. മോർഫിൻ എന്തിനാ? പെയിൻ റിലീസ് ചെയ്യാൻ അല്ലെ, ടാബ്ലറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂൾ ടു റിലീസ് പെയിൻ. വേദന സംഹാരിയായിട്ട്, വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് അല്ലെ, ടു റിലീസ് പെയിൻ, വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപ്സ്യൂള് അല്ലെങ്കിൽ ടാബ്ലറ്റ് ആണ് മോർഫിൻ എന്ന് പറയുന്നത്. മോർഫിൻ. അടുത്തതാണ് പെത്തഡിൻ. പെയിൻ മെഡിക്കേഷൻ തന്നെയാണ് കേട്ടോ. പെയിൻ മെഡിക്കേഷൻ വേദനയ്ക്ക് തന്നെ ഉപയോഗിക്കണം. പെത്തഡിൻ, PETHIDINE, പെത്തഡിൻ. അടുത്തതാണ് ബാർബിറ്റുറേറ്റ്സ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഹിപ്നോട്ടിക് മെഡിസിൻ ആണ്. സെഡേറ്റീവ് ഹിപ്നോട്ടിക് മെഡിസിൻ. അങ്ങനെയുള്ള ഹിപ്നോട്ടിക് മെഡിസിൻ ആണ്. സെഡേറ്റീവ് ഹിപ്നോട്ടിക് മെഡിസിൻസ് ആണ് ബാർബിറ്റുറേറ്റ്സ്. അത് മൂന്നും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നാർക്കോട്ടിക് ഡ്രഗ്സിൽ ഉൾപ്പെടുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. 3 നിങ്ങൾക്ക് പഠിക്കാവുള്ളൂ. ഇത് 3 ചോദിക്കുള്ളൂ കേട്ടോ. നമ്മൾ പ്രിന്റ് നോട്ട് ചെയ്ത് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ ടെക്സ്റ്റിൽ തന്നെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും കയ്യിൽ ടെക്സ്റ്റ് എത്തിയിട്ടില്ലേ? അപ്പൊ ആ ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാം.
ഓക്കെ, അതെ ഞാൻ പറയാം. മോർഫിൻ പറഞ്ഞു, എക്സാമ്പിൾ ആണ് കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾ മോർഫിൻ പറഞ്ഞു, മെത്തഡിൻ പറഞ്ഞു. മൂന്നാമത്തെ ബാർബിറ്റുറേറ്റ്സ്. ബാർബിറ്റുറേറ്റ്സ് എന്ന് പറഞ്ഞാൽ സെഡേറ്റീവ് ഹിപ്നോട്ടിക് മെഡിസിൻ ആണ്. സെഡേഷനൊക്കെ കൊടുക്കാം. സെഡേറ്റീവ് ഹിപ്നോട്ടിക് മെഡിസിൻ. ഓക്കെ. പെത്തഡിൻ എന്ന് പറഞ്ഞാൽ പെയിൻ മെഡിക്കേഷൻ തന്നെ. വേദനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ്. പെയിൻ റിലീഫിന് തന്നെ ഉപയോഗിക്കുന്ന മരുന്നാണ് പെത്തഡിനും. മോർഫിനും അതെ, റിലീസ് പെയിൻ റിലീസ് ചെയ്യാൻ, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് മോർഫിൻ, പെത്തഡിൻ, ബാർബിറ്റുറേറ്റ്സ്. ബാർബിറ്റുറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിക്, സെഡേറ്റീവ് ഹിപ്നോട്ടിക് മെഡിസിൻ ആണ്. രണ്ട് പോയിന്റ് കൂടി ഉള്ളൂ. അത് പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻ. അതൊക്കെ എന്ന് വെച്ചാൽ ഈ മെഡിസിൻസ് ഒക്കെ, നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ എന്താ, കൃത്യമായിട്ടും നമ്മൾ റെക്കോർഡിംഗ് ചെയ്ത് തന്നെ സൂക്ഷിക്കണം. പ്രിസൈസ് എന്ന് വെച്ചാൽ കൃത്യമായി. റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻ. അപ്പൊ ഓരോ മരുന്നുകളുടെ കറക്റ്റ് റെക്കോർഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതിനൊക്കെ കറക്റ്റ് അളവുണ്ടായിരിക്കും, കറക്റ്റ് എണ്ണം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്രയും നമ്മളെ ഈ ഡ്രഗ്സുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ഓക്കെ, പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻ. ഇനി അടുത്ത് നോക്കി, ഓൾവേസ് ടു ബി സ്റ്റോർ അണ്ടർ ലോക്ക് ആൻഡ് കീ. ഇത് എവിടെ സ്റ്റോർ ചെയ്യണം? സ്റ്റോർ അണ്ടർ ലോക്ക് ആൻഡ് കീ. എപ്പോഴും അത് പൂട്ടി സൂക്ഷിക്കണം എന്ന്. തുറന്നിടാൻ പാടില്ല. എല്ലാവർക്കും എടുക്കാവുന്ന രീതിയിൽ നമ്മളത് എക്സ്പോസ് ചെയ്ത് വെക്കാൻ പാടില്ല. മരുന്നൊക്കെ എപ്പോഴും എങ്ങനെയായിരിക്കണം? സ്റ്റോർ അണ്ടർ ലോക്ക് ആൻഡ് കീ. നമ്മൾ അത് ലോക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കണം. ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം. ഓക്കെ അല്ലേ? അടുത്തതാണ് ഇൻഫ്ലേമബിൾ. ഒരെണ്ണം കൂടി പറഞ്ഞാലോ? പറയണോ? അടുത്ത ക്ലാസ് പറഞ്ഞാൽ മതി. ഇതും കൂടി ഞങ്ങൾ പറഞ്ഞേക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് കൂടി മാക്സിമം അത് വേഗം തീർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ റിവിഷൻ തരാൻ നിങ്ങൾക്ക്. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനോ എന്ന് വിചാരിച്ചിട്ടാണ്. 2 മിനിറ്റ് ഉള്ളൂ, 3 പോയിന്റ് അല്ലേ ഉള്ളൂ, പെട്ടെന്ന് പറയാം. ഇനി അടുത്തതാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഏതൊക്കെയാ പറഞ്ഞത്? ആസ്പിരിൻ ഒക്കെ പറഞ്ഞു എക്സാമ്പിൾ ആയിട്ട്. കത്തി പിടിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ, ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള മരുന്നുകൾ. ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് ഫോർ ഈസിലി കൈൻഡ്ലർ തിങ്സ് ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. ഉണ്ടോ? സ്പിരിറ്റ് ഒക്കെ പെട്ടെന്ന് കത്തുപിടിക്കൂലേ? ഗ്യാസുകള്, തീ പിടിക്കുന്ന രീതിയിലുള്ള ഗ്യാസുകൾ, കെമിക്കൽസ് എന്നിവ എളുപ്പത്തില് നമ്മള് ഒരു കത്തിക്കാവുന്ന, അങ്ങനെ കത്തുപിടിക്കാവുന്ന വസ്തുക്കളില്ലേ, അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ തന്നെ സൂക്ഷിക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ കീപ്പ് ചെയ്യണം. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് നമ്മളിങ്ങനെ പെട്ടെന്നൊക്കെ കത്തുപിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. സ്പിരിറ്റ്, ഗ്യാസസ്, കെമിക്കൽസ്, എക്സ്പ്ലോഷർ ഇതുള്ള സ്വഭാവമുള്ളതൊക്കെയാണ്. അപ്പൊ അതിന് പ്രത്യേക ചുറ്റുപാടുകളിൽ തന്നെ നമ്മളത് എന്ത് ചെയ്യണം? അത് കീപ്പ് ചെയ്ത് വെക്കണം, സൂക്ഷിക്കണം. സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഇനി എന്ത് വേണം അവിടെ? വെന്റിലേഷൻ വേണം. ഇങ്ങനെ എയർ ഒക്കെ കിടക്കാവുന്ന രീതിയിൽ. നമ്മളിങ്ങനെ അടഞ്ഞു കൂടിയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് പ്രഷറും കൊണ്ടൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അത് കത്തുപിടിക്കാം, തന്നെ ഇരുന്ന് ചിലപ്പോൾ കത്തുപിടിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂളൊക്കെ ആവാനായിട്ട്, തണുപ്പിക്കാനൊക്കെ ആയിട്ടൊക്കെ നമുക്ക് നല്ലൊരു വെന്റിലേഷൻ കൊടുക്കണം. ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്, അഗ്നിശമന സംവിധാനങ്ങളും വേണം. തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായാലൊക്കെ പെട്ടെന്ന് അത് കിടക്കാവുന്ന രീതിയിലുള്ള ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വേണം. ആ മരുന്നുകൾ സൂക്ഷിക്കുന്നിടത്ത് ഇത് സഫിഷ്യന്റ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്, അഗ്നിശമന സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്, അഗ്നിശമന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അടുത്ത് നോക്കിയേ, എക്സോസ്റ്റ് ഫാൻസ് ഫോർ എയർ ടു പാസ് ത്രൂ. എക്സോസ്റ്റ് ഫാനുകൾ നമ്മൾ വെക്കാറില്ലേ? അല്ലെ, നമ്മൾ കിച്ചണിലൊക്കെ വെക്കാറുണ്ട് അല്ലെ? എക്സോസ്റ്റ് ഫാനുകൾ എന്തിനാ? നമ്മൾ അകത്തെ എയറൊക്കെ നമ്മൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ? എക്സോസ്റ്റ് ഫാൻ വെക്കൂലേ? എയർ ടു പാസ് ത്രൂ. എക്സോസ്റ്റ് ഫാനുകൾ വെക്കണം, എയർ പാസ് ചെയ്യാനായിട്ട്. നമുക്ക് ആ ഉള്ളിലുള്ള ആ എയറൊക്കെ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് എക്സോസ്റ്റ് ഫാനുകൾ സൂക്ഷിക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ
ഇവിടെ എന്താണ് ഇത് നമ്മൾ ഒരു എന്താ പറഞ്ഞേക്കണം ഒന്നാമത്തെ പോയിന്റിൽ എൻക്ലോഷർ എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു വലയം എന്നൊക്കെ പറയാം മലയാളം. നമ്മളൊരു പ്രൊട്ടക്ട് ചെയ്ത് അതൊക്കെ പ്രത്യേകം കീപ്പ് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ കേട്ടോ. ഒരു എന്താ പറയാ ഒരു എന്താ ഒരു അടച്ചുകെട്ടില് അല്ലെങ്കിൽ ഈ സ്പിരിറ്റ് ഗ്യാസസ് കെമിക്കൽസ് ഇതൊക്കെ ഒരു പ്രത്യേക സെക്ഷൻ തിരിച്ചിട്ട് തന്നെ പ്രത്യേകമായിട്ട് അത് കീപ്പ് ചെയ്യണം എന്നുള്ള മീനിങ് ആട്ടോ. എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് വലയം എന്നാണ് മലയാളം നല്ലത്. ഒരു പ്രത്യേക പരിധിക്കുള്ളില് അല്ലെങ്കിൽ ഒരു നിയന്ത്രണത്തില് അല്ലെങ്കിൽ ഒരു വേലിക്കുള്ളില് അത് സൂക്ഷിച്ചു വെക്കണം. അത് ഫ്ലെയിമബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ പ്രത്യേകം അതിനെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളൊരു മീനിങ്ങാണ് പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് തീ പിടിക്കാനൊക്കെ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ള മരുന്നുകളുടെ കൂട്ടത്തിലൊക്കെ വെക്കാതെ അതൊരു പ്രത്യേകം ഒരു ബൗണ്ടറി എന്നൊക്കെ പറയാം. ആ ബോർഡറിനുള്ളിൽ നമ്മൾ ആ മരുന്നുകൾ സൂക്ഷിച്ചു വെക്കണം. സഫീഷ്യന്റ് ആയിട്ടുള്ള വെന്റിലേഷൻ വേണം, അഗ്നിശമന ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റുകൾ വേണം, പിന്നെ എക്സോസ്റ്റ് ഫാൻ വേണം. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.